നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലയെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് നിയമമായി മാറിയത്. കുറഞ്ഞത് 100 പ്രവൃത്തി ദിനങ്ങളെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെ മുതിർന്ന കുടുംബാംഗത്തിന് ലഭിക്കുക എന്നതായിരുന്നു അതിലൂടെ ലക്ഷ്യം വെച്ചത്. ഇപ്പോഴിതാ 2 പതിറ്റാണ്ടിന് ശേഷം ആ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ബില്ല് പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നു. ലോക്സഭയിൽ ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത്. പ്രതിപക്ഷം വലിയ എതിർപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നത്. ബില്ല് വേറെ ഗുണകരമാകും എന്നാണ് ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായമെങ്കിലും ആ ബില്ലിനെ ശക്തമായി എതിർക്കുന്ന ഒരു സമീപനം ആണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ ബില്ല് പിൻവലിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഈ നിലയിൽ ഈ ബില്ല് പാസ്സാക്കരുത് എന്ന ആവശ്യം ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ബിൽ പിൻവലിക്കണം, കാരണം അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നിരവധിയാണ്. 100 തൊഴിൽ ദിനം എന്നത് 125 ദിവസമൊക്കെ ആക്കി മാറ്റുന്നു എന്നത് നേട്ടമായി ഉയർത്തി കാണിക്കുമ്പോഴും മഹാത്മാഗാന്ധിയുടെ പേരടക്കം ഇതിൽ നിന്ന് മാറ്റുന്നത് അത് ഒരു തരത്തിൽ രാമരാജ്യത്തിലേക്കുള്ള ഒരു പോക്ക് എന്ന് പറയുമ്പോൾ അത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല, അതിനപ്പുറത്ത് വർഗീയ സ്വഭാവമുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒപ്പം മറ്റൊരാവശ്യം എന്നത് ഇത് സ്ഥിരം സമിതിക്ക് വിടുക എന്നുള്ളതാണ്. പ്രധാനമായി മറ്റൊരു ആവശ്യം ഉന്നയിക്കുന്നത് 100 പ്രവൃത്തി ദിനങ്ങൾ എന്നത് 125 ആകുമ്പോഴും വേതനം കൂടുന്നില്ല. അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ലഭിക്കുന്നവർക്ക് വേതനം കൂടുന്നില്ല എന്ന മറ്റൊരു ആക്ഷേപം കൂടി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ നിലവിൽ 90 അനുപാതം 10 എന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ തൊഴിലുറപ്പിന് നൽകേണ്ട വേതനം. അതായത് 100 രൂപയിൽ 90 രൂപ കേന്ദ്ര സർക്കാർ നൽകും, 10 രൂപ സംസ്ഥാനം വഹിക്കണം. എന്നാൽ ഇനിയുള്ള അനുപാതം അനുസരിച്ച് 100 രൂപയിൽ 60 രൂപ കേന്ദ്രം നൽകും, 40 രൂപ എന്നത് സംസ്ഥാനവും നൽകേണ്ട ഒരു സാഹചര്യമാണ്. ഈ നിലയിലാണ് അനുപാതം മാറ്റുന്നത്. ഇങ്ങനെ അനുപാതം മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പല സംസ്ഥാനങ്ങൾക്കും അത് വലിയ ബാധ്യതയായി മാറും. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോൾ ഈ തൊഴിൽ ദിനങ്ങൾ നൽകുമ്പോൾ അതിൻ്റെ കൂലി എത്രയാണോ ആ കൂലിയുടെ ഏതാണ്ട് 40% സംസ്ഥാനം വഹിക്കണം എന്നുള്ളതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ്. രാഗേഷ്, വലിയ എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ബിൽ പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ പാസ്സാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണല്ലോ ഉള്ളത്. അതിൻ്റെ ഒരു അംഗബലം ഉറപ്പിച്ച ശേഷം തന്നെയാണല്ലോ എതിർപ്പുകൾക്കിടയിലും ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. അതെ അഭിലാഷ്, എതിർപ്പുകൾക്കിടയിലും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ബിൽ പാസ്സാക്കുക, ഇന്ന് തന്നെ പാസ്സാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. കാരണം ഇന്നലെ രാവിലെ കാര്യോപദേശക സമിതി യോഗം ചേരുമ്പോഴും ഈ ബില്ലിൽ വിശദമായ ചർച്ച ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പക്ഷേ ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. അതിനുശേഷമാണ് ഇന്നലെ ചർച്ച നടന്നത്. ഏതാണ്ട് 14 മണിക്കൂർ ചർച്ച നടന്നു. 98 പേർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുലർച്ചെ വരെ ആ ചർച്ച നീളുന്നതും കണ്ടു. സ്പീക്കർ ഏതായാലും വിശദമായ ചർച്ച എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല. പകരം ഇന്നലെ തന്നെ ചർച്ച നടക്കട്ടെ, പിന്നീട് വിശദമായി ചർച്ച ചെയ്യാമെന്ന ആവശ്യം അത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് പുലർച്ചെ 1:35 വരെ ചർച്ച നടന്നത്. ഇന്നിപ്പോൾ ഏതായാലും ചർച്ച പൂർത്തിയായ ശേഷം ഇന്ന് ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പറയും. അതിനുശേഷം ബില്ല് പാസ്സാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. പ്രതിപക്ഷത്തിൻ്റെ യോഗം രാവിലെ ചേർന്നിരുന്നു. അപ്പോൾ വോട്ടെടുപ്പ് എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം പോവുകയാണ്. അതായത് വോട്ടെടുപ്പ് നടക്കട്ടെ, ബില്ലിൽ ആരൊക്കെ ഒപ്പമുണ്ട് എന്ന് അറിയാം എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ ചർച്ചയിലും പ്രതിപക്ഷം ആശങ്കകൾ ഉന്നയിച്ചു. പ്രധാനമായും ഇപ്പോൾ ഈ ബില്ല് പാസ്സാക്കരുത്, അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നൊരാവശ്യമാണ് അവർ ഉന്നയിച്ചത്. കാരണം പെട്ടെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമല്ല, വിശദമായ പരിശോധനകൾ വേണം എന്ന കാര്യം അവർ മുന്നോട്ട് വെച്ചു. അത് പേര് മാറ്റം മാത്രമല്ല, രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുന്നത് മാത്രമല്ല, ഈ ബില്ലിലെ വ്യവസ്ഥകളോട് വലിയ വിയോജിപ്പ് പ്രതിപക്ഷം ഇന്നലെ ചർച്ചകളിലും അറിയിച്ചു. കാരണം നിലവിലുള്ള ബില്ല് എന്താണോ വിഭാവനം ചെയ്യുന്നത് അതിനെ അപ്പാടെ ഇല്ലാതാക്കുന്നതാണ് പുതിയ വ്യവസ്ഥകളെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ സംസ്ഥാനങ്ങൾക്ക് വലിയ ആശങ്ക ഈ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം നിലവിൽ 90:10 അനുപാതമാണ് വേതനമടക്ക കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിഹിതം. അത് മാറുകയാണ്. അത് 60:40 എന്ന് വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യതയാകും. കേരളത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 2000 കോടി രൂപ കേരളം അതിനായി നീക്കിവെക്കേണ്ടി വരും. അത്തരം ആശങ്കകൾ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് മാത്രമല്ല, ഭരണപക്ഷത്തു നിന്നും ചില അംഗങ്ങളെങ്കിലും അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് TDP അംഗങ്ങളാണ് അക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. അതായത് TDP അംഗം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ആന്ധ്ര നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി പ്രയാസം നേരിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തൊഴിലുറപ്പ് വേതനവുമായി ബന്ധപ്പെട്ട ബാധ്യത കൂടി വരുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും
കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടണം, കേന്ദ്ര സഹായം കൂടിയേ തീരൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ JDU-യും LJP-യും ഒക്കെ തന്നെ സർക്കാർ നിലപാടിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. TDP-യും ഈ ബില്ലിന്റെ വ്യവസ്ഥകളോട് യോജിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് അധിക അല്ലെങ്കിൽ പണം കൂടുതൽ കണ്ടെത്തണം എന്ന വ്യവസ്ഥയോടാണ് അവർ വിയോജിപ്പ് അറിയിച്ചത്. പക്ഷേ അവർ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ്. ഏതായാലും ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നിരയിലെ നേതാക്കളൊക്കെ തന്നെ വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് വേതനം മാത്രമല്ല, ഈ ബില്ലിൽ സസ്പെൻഡ് ചെയ്യാൻ, പ്രത്യേകിച്ച് പീക്ക് സമയങ്ങളിൽ, കാർഷിക വിളവെടുപ്പ് അടക്കമുള്ള സമയങ്ങളിൽ ഇത് നിർത്തിവെക്കാം എന്നടക്കമുള്ള വ്യവസ്ഥകൾ ദോഷം ചെയ്യുമെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല, സംസ്ഥാനങ്ങൾ കൂടുതലായി പണം കണ്ടെത്തേണ്ട സാഹചര്യം വരുമ്പോൾ തൊഴിലുറപ്പിന്റെ തീയതി, അതായത് ദിവസങ്ങൾ 100 എന്നുള്ളത് 125 ആക്കിയാലും സംസ്ഥാനങ്ങൾ വലിയ ബാധ്യത നേരിടുമ്പോൾ അത് നിലവിൽ പറയുന്നത് പോലെ നടപ്പാക്കുക എളുപ്പമാകില്ല എന്നൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു പ്രതിപക്ഷ MP-മാർ. ഏതായാലും ഇന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധിക്കുന്നതാണ്. വലിയ ഫ്ലക്സ് ബോർഡ്, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന വലിയ ഫ്ലക്സ് ഉയർത്തിക്കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. പേരുമാറ്റത്തെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം തന്നെ ഈ ബില്ലിലെ വ്യവസ്ഥകളൊക്കെ തന്നെ പൂർണ്ണമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അഭിലാഷ്. യെസ്, വ്യാപകമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയിലും ബില്ലുമായി തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് സർക്കാരിന്റെ സമീപനം. ബില്ല് പാസ്സാക്കുക, അങ്ങനെ എതിർപ്പുകൾക്കിടയിലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തുന്നു. അതായത് ഫ്ലെക്സുകൾ ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് 2005-ൽ ആയിരുന്നു ഇതൊരു നിയമമായി മാറിയത്. അങ്ങനെ ഒരു പശ്ചാത്തലം. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയെ വലിയ തോതിൽ കരുപ്പിടിപ്പിച്ചതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഇത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് നിയമമായി എന്ന സാഹചര്യം.